ഹണി റോസിനെ പോലുള്ളവർ ശരീരം വിറ്റ് ജീവിക്കുകയല്ല ചെയ്യേണ്ടത്. അവർക്കൊരു ഫേസ് ഉണ്ട്. ആ ഫേസ് വെച്ച് അവർ അഭിനയിച്ച് അവർക്ക് അതിൽ കഴിവ് തെളിയിക്കാം. പക്ഷെ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ ശരീരഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ കാണിച്ച് അതിന്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. അത് കണ്ടിട്ടൊക്കെയാണ് വീണ്ടും അവർക്ക് ഇതുപോലുള്ള ഉദ്ഘാടന ചടങ്ങുകളിൽ വിളിക്കുന്നത്. പക്ഷേ നമസ്കാരം. ബോച്ചയുടെ അറസ്റ്റിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് വട്ടിയൂർക്കാവ് അജിത് കുമാർ. നിലവിലെ CPM-ന്റെ പ്രതിസന്ധികളെ മറികടക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടെത്തിയ കുറുക്ക് വഴിയാണ് ഹണി റോസിന്റെ പരാതിയും ബോച്ചയുടെ അറസ്റ്റുമെന്ന് അജിത് കുമാർ പറയുന്നു. നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളും ബോച്ചെ ഹണി വിഷയത്തിൽ മുങ്ങിപ്പോകുമെന്ന ധാരണ കൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിഷയം ഇത്രയേറെ പ്രാധാന്യത്തോടെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഭരണകൂട ഭീകരതയുടെ മറ്റൊരു ഉദാഹരണം തന്നെയാണ് ഈ കേസ്. സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. എന്തായാലും അടുത്ത ദിവസം ജാമ്യം കിട്ടും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ജയിലിനുള്ളിൽ അദ്ദേഹം സുരക്ഷിതനാണോ എന്ന് കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം 1-2 ദിവസത്തിനകം തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവമൊക്കെ മാറി സംസ്ഥാന സർക്കാരിന്റെ തലവേദനകൾക്ക് പിന്നാലെ തന്നെ ജനം തിരികെ എത്തുമെന്ന പേടി കൊണ്ട് ജയിലിനകത്ത് വെച്ച് ബോച്ചയെ അപായപ്പെടുത്താനുള്ള ശ്രമം നടന്നാലും അതിശയിക്കേണ്ടതില്ല. എന്തായാലും കൃത്യവും വ്യക്തവുമായ ഗൂഢാലോചന തന്നെയാണ് ബോച്ചയ്ക്കെതിരെ നടന്നിരിക്കുന്നത് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് അജിത് കുമാർ. അജിത് കുമാറിന്റെ വാക്കുകളിലേക്ക്. സർ, ബോച്ചെ പുറത്തിറങ്ങുമ്പോൾ താങ്കൾ മാലയിട്ട് സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. അതെ. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തിങ്കളാഴ്ച വരികയാണല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിനിടയിൽ വേറൊരു കാര്യം പറഞ്ഞു കേട്ടു, പോക്സോ കേസിൽ ഹണി റോസിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ കേസിൽ അങ്ങനെ വരുന്നത്? അത് കാരണം എന്ന് പറഞ്ഞാല് ഈ സ്ത്രീ എന്ന് പറഞ്ഞാല് പല ഉദ്ഘാടന വേദികളിലും മറ്റു പൊതുവേദികളിലും വളരെ വൾഗറായിട്ടുള്ള മോശം ശരീരഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഇപ്പൊ നിലവിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഈ പ്രായപൂർത്തിയാവാത്ത കുഞ്ഞു മക്കൾ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർക്ക് ഇതിന്റെ ഒരു പ്രചോദനം ഉണ്ടാകുന്നുണ്ട്. ആ പ്രചോദനത്തിന്റെ ഭാഗമായിട്ട് അവർ ദോഷം വശങ്ങളിലോട്ട് പോവുകയും സമൂഹത്തിന് ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് ഈ സ്ത്രീ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോക്സോ കേസിൽപ്പെടുത്തി ജയിലിൽ അടയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറയും. അപ്പൊ ഇവരെ ഇതിന് വേണ്ടിയിട്ട് വിളിക്കുന്നവരും അതേപോലെ തന്നെ തെറ്റുകാരല്ലേ സർ? മീൻസ് ഹണി റോസ് എന്ന് പറയുന്ന ഒരു ലേഡി സെറ്റ് മുണ്ടെടുത്ത് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്രൗഡ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. അപ്പൊ അവരിങ്ങനെ ഡ്രസ്സ് ചെയ്ത് വരണം എന്ന് പറയുന്നതും ഈ വിളിക്കുന്നവർ തന്നെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ക്രൗഡ് അവർക്ക് സെറ്റ് സാരി ഉടുത്തുകൊണ്ടുവന്നാൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അവരുടെ കഴിവുകേടാണ്. കാര്യം മഞ്ജു വാര്യരൊക്കെ എന്ത് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് പല ഷോറൂം ഉദ്ഘാടനത്തിൽ പോകുന്നത്. അപ്പൊ എന്ത് അവിടെ ക്രൗഡ് ഉണ്ടാവുന്നല്ലോ. അത് മഞ്ജുവിന്റെയും ഹണീനെയും വെച്ചിട്ട് ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്ത്രീകൾ ഇതുപോലുള്ള ഈ ഹണി റോസിനെ പോലുള്ളവർ ശരീരം വിറ്റ് ജീവിക്കുകയല്ല ചെയ്യേണ്ടത്. അവർക്കൊരു ഫേസ് ഉണ്ട്. ആ ഫേസ് വെച്ച് അവർ അഭിനയിച്ച് അവർക്ക് അതിൽ കഴിവ് തെളിയിക്കാം. പക്ഷെ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ ശരീരഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ കാണിച്ച് അതിന്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. അത് കണ്ടിട്ടൊക്കെയാണ് വീണ്ടും അവർക്ക് ഇതുപോലുള്ള ഉദ്ഘാടന ചടങ്ങുകളിൽ വിളിക്കുന്നത്. പക്ഷെ ഇനി ഇങ്ങനെയുള്ള ഏതെങ്കിലും പൊതുവേദിയിൽ വരികയാണെങ്കിൽ ഞങ്ങൾ സംഘടനാപരമായിട്ട് ചാണകവെള്ളം തളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ചാണകമെറിഞ്ഞ് ഇവരെ പ്രതിഷേധിക്കും. അത് മാത്രവുമല്ല, ഇവർക്കെതിരെ സംസാരിക്കുന്ന എല്ലാവരും ഇപ്പൊ രാഹുൽ ഈശ്വറിനെതിരെ കേസായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു നടപടിയുമായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹണി റോസിന്റെ വീട്ടിലേക്ക് ഞങ്ങള് പ്രതിഷേധ റാലി ഇപ്പൊ നടത്താൻ പോവുക. അങ്ങനെ ഒത്തിരി ഉപരോധം തീർക്കാൻ പോവുകയാണ്. ഒരു മാറ്റവുമില്ല. കാര്യം പ്രതിഷേധിക്കേണ്ട, ഒരു തെറ്റ് കണ്ടാൽ വിമർശിക്കേണ്ട ചുമതല നമ്മുടെ ജനകീയ ഭരണത്തിൽ സംവിധാനത്തിൽ നിലവിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അവർക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ല, പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഞങ്ങൾ ശക്തമായിട്ട് നേരിടും. രാഹുൽ ഈശ്വറിനെതിരെ ഒരു നടപടി ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പ്രതിഷേധ റാലി നടത്തും. രാഹുൽ ഈശ്വറിന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ പറയുന്നുണ്ട്, ഇപ്പോ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. അപ്പോ ഡ്രസ്സിംഗ് സ്റ്റൈല് അതാണ് ഇതിനെല്ലാം അടിസ്ഥാന കാരണം എന്ന് തന്നെയാണോ സാർ ഉറപ്പിച്ചു പറയുന്നത്? തീർച്ചയായിട്ടും ഡ്രസ്സ് അവരുടെ, ഞാനാണത് ആദ്യം പറഞ്ഞത് ചാനലില്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ രാഹുൽജി അത് കറക്റ്റായിട്ട് ശക്തമായിട്ട് പല ചാനലിലും പറയുന്നുണ്ട്. അത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിന്റെ പേരിലാണ് ഇപ്പോ ഇവർ തമ്മിൽ ഒരു വാഗ്വാദം ആവുകയും ഇപ്പോ അത് കേസിലോട്ട് പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഹണി റോസ് കേസ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ എന്തായാലും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല. അറസ്റ്റ് ചെയ്താലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമെന്നറിയാം.
അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, അദ്ദേഹം തന്നെ ശക്തമായിട്ട് അത് വാദിക്കുമെന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തായാലും പൂർണ്ണ പിന്തുണ ഓൾ കേരള മെൻസ് അസോസിയേഷൻ കൊടുക്കുന്നു. അങ്ങനെ ഒരു കേസ് ഉണ്ടാവുമെങ്കിൽ, അങ്ങനെ ഇവിടെ സമൂഹത്തിൽ ഒരു വ്യക്തിയെ കുറിച്ച് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സമരമായിട്ട് പോകും, പ്രതിഷേധ റാലി നടത്തും, ഇവരിനി റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളാക്കും. സർ, ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇത് ഒരു ഒത്തുകളിയാണ് എന്ന് താങ്കൾ പറയുകയുണ്ടായി. ഈ ഒരു സമയത്ത് സർക്കാരിന്റെ പല കാര്യങ്ങളും മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കേസ് ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. ഹണിയെ അവർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ആ വിഷയം ഒന്ന് പറയാമോ? വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മള് പെരിയ കൂട്ടക്കൊലയിലെ പ്രതികളെ കുറച്ചുപേരെ ഇപ്പോ ശിക്ഷാവിധിയിൽ നിന്നൊക്കെ കുറച്ച് മരവിപ്പിച്ചൊക്കെ ഇവരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ജനശ്രദ്ധ കിട്ടുന്ന ഒരു കേസായിരുന്നു. പക്ഷെ അത് പിന്നെ അൻവറിന്റെ ഒരു അറസ്റ്റ് ഉണ്ടായി. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഭരണകൂടം തന്നെ പല കാര്യങ്ങളിലും ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിനെതിരെ ഇത്രയും നമ്മളൊന്ന് നോക്കണേ, ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അദ്ദേഹം താമസിച്ചിരുന്ന റിസോർട്ടിൽ വയനാട് പോയി. അത് മാത്രമല്ല, അതിനു മുന്നേ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുകയാണ്. എന്തോന്നിനാണ് ഇവിടെ ബലാത്സംഗ പ്രതികൾ കിടക്കുകയാണ്, ഇവിടെ കൊലപാതകികൾ കിടക്കുകയാണ്, മറ്റു മയക്കുമരുന്നുകൾ. നമ്മുടെ കലാലയങ്ങളിൽ നോക്കിയേ, എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും MDMA ഒക്കെ കുത്തൊഴുക്കാണ്. അപ്പോ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ അവിടെയല്ലേ ആദ്യം ഇടപെടേണ്ടത്? നമ്മുടെ പോലീസ് തലപ്പത്തുള്ള DGP ഇടപെടേണ്ടത്. പക്ഷെ എന്താണ് ചെയ്തത്? നേരെ ഹണി റോസിന്റെ ഒരു പോസ്റ്റ് കണ്ട ഉടനെ, അല്ലെങ്കിൽ ഹണി റോസ് വന്ന ഒരു ലൈവിൽ ഒരു വാക്ക് പറഞ്ഞ ഉടനെ അതിന്റെ പുറകെ പോവുക, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക. ഇത്രയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു മനുഷ്യനാണത്. അദ്ദേഹം ചികിത്സാ സഹായങ്ങൾ കൊടുക്കുകയാണ്. വയനാട് ജില്ലയിൽ തന്നെ ഇവിടെ ഉരുൾപൊട്ടലിലുള്ള 100 പേർക്ക് സ്ഥലവും വീടും കൊടുക്കാമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇതുപോലെ എത്രയോ കേസുകൾ. ആ ബഷീറിന് വേണ്ടിയിട്ട്, പ്രവാസിയായിട്ടുള്ള ബഷീറിനെ കൊല ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ബ്ലഡ് മണിക്ക് വേണ്ടി കോടികൾ പിരിക്കാൻ വേണ്ടി റോഡിൽ ഇറങ്ങിയ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ നന്മ ചെയ്യുന്നവർക്ക് എന്നും കാരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊന്ന് ഇന്റർഫെയർ ചെയ്തോട്ടെ. ഇതിനകത്ത് ഇപ്പോ അകത്ത് കിടക്കുന്നു, അദ്ദേഹത്തിന്റെ ജീവൻ എന്തെങ്കിലും അപായം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം അതിനകത്ത് സുരക്ഷിതനാണ് എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടോ സാറിന്? ഇല്ലല്ല, ഒരിക്കലും ഇല്ല. മറ്റുള്ള പല പ്രതികളുടെയും കൂടെയാണ് ഇപ്പൊ ഇട്ടേക്കുന്നത്. സർക്കാർ ഇത്രയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുവാനും കഴിച്ച വ്യഗ്രത ഒരുപക്ഷെ ഈ മറ്റ് പാർട്ടി മർദ്ദനവും മാറ്റാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അതൊന്നും നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം പല പ്രതികളെയും ജയിലിനകത്തും പോലീസ് സ്റ്റേഷനിലും ഇട്ട് കൊന്നുകളഞ്ഞ ചരിത്രമുണ്ട്. നമുക്ക് മറന്നുപോകാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ളവരെ, വലിയ കൊടും ഭീകരരുടെ കൂടെ ഈ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നില്ല. ഇവിടെ അൻവറിന് തന്നെ ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയ വ്യക്തിക്ക് ഒരു ദിവസം കൊണ്ട് ജാമ്യം കൊടുക്കാമെങ്കിൽ ഇദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അല്ല, അൻവർ പോലും പറയുകയുണ്ടായി അകത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പേടിയായിരുന്നു. അതെ. അവരുടെ കൊണ്ട് അതറിയാം, അകത്ത് തരുന്ന ഫുഡ് അത്ര നല്ലതായിരിക്കില്ല, എന്തെങ്കിലും വിഷം ഉണ്ടാവും എന്ന് അൻവർ പോലും പറയുകയുണ്ടായി. അതെ, ആരെയും എപ്പോഴും കൊല ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഇദ്ദേഹം വെറുതെ ഒരു ജയിലിൽ കിടക്കേണ്ട ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ മുൻപ് ഏതെങ്കിലും ബലാത്സംഗ കേസിൽ പ്രതിയാണോ? അദ്ദേഹം കൊലപാതക കേസിൽ പ്രതിയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിപിടി കേസിൽ പ്രതിയാണോ? ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ പിടിച്ചിട്ടിരിക്കുന്നത്. സമൂഹത്തിൽ നന്മ ചെയ്യുന്നവൻ അയാളാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. എത്രയോ പേരുടെ ജീവൻ കൈക്കൊമ്പുള്ള അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. നമ്മളിൽ ഒരാളായിട്ട് ജീവിക്കുന്ന ആളാണ്. അതിന്റെ ആവശ്യമുണ്ടോ അദ്ദേഹത്തിന്? അദ്ദേഹം എന്താ പറയാ, സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഈ ജയിലിൽ കിടക്കേണ്ട ഒരു വ്യക്തിയാണോ? നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ ഓരോ വ്യക്തികളും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കണം. അദ്ദേഹത്തിനെ പുറത്തിറക്കി സ്വീകരിച്ച് ഇനിയും അദ്ദേഹം ഇതിനേക്കാളും നന്നായിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാവണം. വേണ്ടി വന്നാൽ ഇവര് ഈയിടയ്ക്ക് ഇടിയെന്തോ അവിടെ കയറിയെന്ന് പറയണമായിട്ടു ഇദ്ദേഹം ജയിലിൽ പോയതിനു ശേഷം ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ. അങ്ങനെ അയാളെ തകർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തീർന്നില്ലേ ഒരു ബിസിനസ് സാമ്രാജ്യം? നമ്മൾ അറ്റ്ലസ് രാമചന്ദ്രനെ കണ്ടതാണ്. അദ്ദേഹമൊക്കെ ഒരു നിമിഷം കൊണ്ടാണ് തകർന്നു പോയത്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ബിസിനസ്മാനെ തകർക്കാൻ നിസ്സാര സമയം മതി. അതിനുവേണ്ടി തുനിയരുത്. കാര്യം ഇവിടെ കേരളത്തിൽ എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സും ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അവിടെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിജയിപ്പിക്കുന്നത് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പൊതുവെ എല്ലാവരും